ഒടുവിൽ മോഹൻലാൽ ഈ എമ്പുരാൻ എന്ന സിനിമയിലെ കണ്ടൻറ്റിനെ ചൊല്ലി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഖേദമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പലരും അത് മാപ്പ് എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം. ഇപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ മുമ്പിലിരുന്ന് ഒരാൾ ചെയ്യുന്നു. ഇഷ്ടമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ നിർത്തുന്നു. അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് വിചാരിച്ചല്ല അയാൾ നിർത്തുന്നത്. നിങ്ങളെ ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോൾ പുക ഇഷ്ടമില്ലാത്ത ഒരാളിൻ്റെ മുമ്പിൽ നമ്മൾ പുക വലിച്ചാൽ എന്ത് സംഭവിക്കും? അയാൾ അസ്വസ്ഥനാകും. നമ്മളപ്പോൾ ആ സിഗരറ്റ് വലിച്ച് ദൂരെ കളയുന്നു. അതിന് കാരണം നമ്മൾ സിഗരറ്റ് വലി ഉപേക്ഷിച്ചെന്നോ സിഗരറ്റ് വലിച്ചത് തെറ്റായി പോയെന്നോ ഒന്നുമല്ല, മറ്റേ ആൾക്ക് ശല്യമായല്ലോ എന്ന് അതിനൊരു ഖേദവും പറയുന്നു. മോഹൻലാലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക്, എല്ലാവർക്കുമില്ല, എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. നമുക്കൊക്കെ മനോവിഷമം ഉണ്ടായി, അത് മോഹൻലാൽ അറിഞ്ഞു. അപ്പോൾ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഏതിലാണ് ഖേദം? നിങ്ങൾക്ക് മനോവിഷമമുണ്ടായതിൽ മോഹൻലാലിന് ഖേദം. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തത് തെറ്റായിപ്പോയി, മോശമായിപ്പോയി എന്നല്ല. ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പ്രയാസമുണ്ടായി, അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇതാണ് റിഗ്രറ്റ്. മാപ്പപേക്ഷ വേറെയാണ്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റ് ചെയ്തത് ഞാനാണ് എന്നുള്ളത് ഇൻബിൽറ്റാണ് മാപ്പിൽ. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറ്റം എൻ്റേതാണ്, തെറ്റെനിക്കാണ് പറ്റിയത്, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതായത് അപ്പോളജി എന്ന് പറയുന്നതിനുള്ളിൽ റിഗ്രറ്റ് അടങ്ങിയിരിക്കുന്നു. പക്ഷേ റിഗ്രറ്റിൽ അപ്പോളജി ഇല്ല. റിഗ്രറ്റ് അല്ല അപ്പോളജി. ആ അപ്പോളജിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് റിഗ്രറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് പലപ്പോഴും ആളുകൾ ഖേദം പറഞ്ഞാൽ തൃപ്തരാവാത്തതിൻ്റെ കാരണം. ഇതാണ്. മാപ്പ് പറഞ്ഞാൽ പോലും പലപ്പോഴും പലരും തൃപ്തരാവാറില്ല. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്യുന്നു. ആ തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പം ഞാൻ മാപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാവുന്നില്ല. കാരണം ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്ന തെറ്റിനാണ്. നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്ന ആ തെറ്റുണ്ടല്ലോ, അതിനല്ല ഞാൻ മാപ്പ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്, മോഹൻദാസ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ആ ഫീലിംഗ് മനസ്സിലാക്കി അതിന് മാപ്പ് പറയുമ്പോഴാണ് യഥാർത്ഥ മാപ്പാകുന്നത്. ഇതുകൊണ്ടാണ് പലരും ഖേദം പറച്ചിലോ മാപ്പിലോ ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാൻ കാര്യം ഇതാണ്. ഒരാൾ മറ്റൊരാളിനോട് ചെയ്തു എന്ന് അയാൾ വിചാരിക്കുന്ന കാര്യം, ചെയ്ത ആൾ വിചാരിച്ചതല്ല, ഏറ്റയാൾ കൊണ്ടയാൾ വിചാരിച്ച കാര്യം, അതിന് മാപ്പ് പറയുമ്പോൾ അത് കറക്റ്റ് മാപ്പാകും. ഇതാണ് ഇതിൻ്റെ വിശകലനം. ഈ രീതിക്ക് നോക്കുമ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയണമെന്നൊന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നത് കേട്ടോ. ഞാനിത് ഈ വിഷയത്തിൽ 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയും നിങ്ങൾ നോക്കുക. ഞാൻ മോഹൻലാലിനെ പറ്റിയോ പൃഥ്വിരാജിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാനങ്ങനെ അവരെ എടുത്ത് പറയേണ്ട കാര്യവുമില്ല, അതുകൊണ്ട് പറയാൻ. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തെ ആ ക്യാച്ച് വ്യക്തമാക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. മോഹൻലാൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നെ വേറെ ആൾക്കാരായിരിക്കും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ലക്ഷണം കാണുന്നത്. മാപ്പ് എന്ന് പറഞ്ഞൊരു വാക്കില്ല, ഖേദപ്രകടനം മാത്രമേ ഉള്ളൂ. ആ ഖേദപ്രകടനം തന്നെ സ്പെസിഫിക്കാണ്. നിങ്ങൾക്ക് ചില സിനിമയിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിയുന്നു. അതിന് ഉത്തരവാദി ഞങ്ങളാണല്ലോ. അതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ഖേദമുണ്ട്. അതായത് ചെയ്തതിലല്ല,
ചെയ്തതിനെ തുടർന്ന് നിങ്ങൾക്കുണ്ടായ വിഷമത്തിനാണ് ഖേദം. ചെയ്തതിൽ ഖേദമില്ല, കുറഞ്ഞ പക്ഷം അത് പറയുന്നു പോലുമില്ല. അപ്പോൾ നിങ്ങളുടെ മനോവിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിനിമയിൽ ചില മാറ്റങ്ങൾ കൂട്ടായി തീരുമാനിച്ച് നടപ്പിലാക്കുന്നു. എന്തിനാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്? നിങ്ങളുടെ മനോവിഷമം മാറാനാണ്, അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടല്ല. അത് ഈ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എങ്ങും തന്നെ അദ്ദേഹം പറയുന്നില്ല. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാതെ തന്നെ ജനറലി ഞങ്ങളിത് ചെയ്തുകൂടാത്തതായിരുന്നു, അത് ചെയ്തു പോയി, അത് ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കുറ്റസമ്മതമാണ്. അതും മുഴുവനൊന്നും ആകുന്നില്ല കേട്ടോ, ചെറിയൊരു കുറ്റസമ്മതമാണ്. ഇതിലതില്ല. നമ്മളെല്ലാവരും കൂടെ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ ആ ബഹളം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഇതങ്ങോട്ട് എടുത്ത് മാറ്റിയേക്കാം വെക്കാം. ഇവിടെയാണ് എൻ്റെ അടുത്ത പോയിൻ്റ് വരുന്നത്. ഇത് മാറ്റിയത് കൊണ്ട് ആ സിനിമയുടെ സന്ദേശം മാറുമോ? മാറുകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ പഞ്ച് മാറുമായിരിക്കാം. ഒരു ആഴത്തിലുള്ള മുറിവ് ഒരു വാളുകൊണ്ട് നമുക്ക് വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആളിനെ 2 കഷ്ണമാക്കാനൊക്കെ പറ്റും. അത് ആ വാൾ വീശലിൻ്റെ സാമർഥ്യവും ബലവും ഒക്കെ കൊണ്ടാണ്. പക്ഷേ വലിയ ബലമൊന്നുമില്ലെങ്കിൽ പോലും വാള് മുറിവേൽപ്പിക്കും എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെ ഊന്നലിൽ ഒരു വ്യത്യാസം വരാം, അതിൻ്റെ പഞ്ചിൽ ഒരു വ്യത്യാസം വരാം എന്നുള്ളതല്ലാതെ മൊത്തം സിനിമയുടെ സന്ദേശത്തിൽ ഒരു വ്യത്യാസവും വരികയില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി ബാക്കി ഈ വെട്ടുതിരുത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സിനിമ എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇതിൽ മുഖ്യമായിട്ടും കാണേണ്ട ഒരു വിഷയം, ഇത്രയും പേർക്ക് മനോവിഷമമുണ്ടാക്കി അതിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ ആ സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കുന്നില്ല. ശ്രദ്ധിച്ചോ? ഞങ്ങളിത് പതുക്കെ മാറ്റും. ഇപ്പം നേരത്തെ തിങ്കളാഴ്ച മാറ്റിയിട്ട് തിങ്കളാഴ്ച മുതൽ പുതിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് മാറ്റാൻ പോകുന്നത് തന്നെ തുടക്കം തന്നെ തിങ്കളാഴ്ചയാണ്. അത് ചെയ്തു വരുമ്പോൾ കുറേ കൂടെ താമസിക്കുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ സിനിമയുടെ ഏകദേശം എല്ലാ കാഴ്ചക്കാരും സിനിമ കണ്ടതിന് ശേഷം ഇത് മാറ്റാം. കുതിര ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ലായമടയ്ക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രയോജനശൂന്യമായ ഈ മാറ്റം ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രവൃത്തി ഞാൻ നിർത്താൻ തീരുമാനിച്ചാൽ അത് അപ്പം തന്നെ നിർത്തണം, വേണ്ടേ? അതോ ഞാൻ അടുത്ത ആഴ്ച നിർത്തിക്കൊള്ളാം കേട്ടോ എന്ന് പറയണോ? യു സ്റ്റോപ്പ് ദ ഷോസ്. ഒരു 4 ദിവസത്തേക്ക് ഷോ നിർത്തിവയ്ക്കുക. അപ്പോഴത്തേക്ക് ഒരു ടെമ്പോയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുക ഈ കറക്ഷൻസ് വരുത്തിയ സിനിമ. അതിൽ തെറ്റില്ലല്ലോ. മാത്രമല്ല അതൊരു ഉദ്വേഗത്തോടെ ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യും. ആദ്യത്തെ എമ്പുരാനെ കാത്തിരുന്ന പോലെ രണ്ടാമത്തെ എമ്പുരാനെയും ആൾക്കാർ കാത്തിരിക്കും. എന്താണ് ഇതിൽ വരുത്തിയിരിക്കുന്ന മാറ്റം? എന്തുകൊണ്ടാണ് ഈ സിനിമ തന്നെ മുഴുവൻ നിർത്തിവെച്ചത്? അതൊരു വല്ലാത്ത ഒരു ആകാംക്ഷ ഉണ്ടാക്കും ജനങ്ങളിൽ, വിച്ച് വിൽ ഹെൽപ്പ് യുവർ വ്യൂവർഷിപ്പ്. അല്ലാതെ ഇപ്പോൾ സിനിമ ഓടുന്നിടത്തോളം അങ്ങ് ഓടട്ടെ, സൗകര്യം പോലെ ഞങ്ങളതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി സെൻസർ ബോർഡിനെയൊക്കെ കാണിച്ച് പതുക്കെ അങ്ങ് മാറ്റിക്കോളാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട്. ഏതായാലും ഞാൻ ചെയ്യാനുള്ളത് തുടർന്ന് ചെയ്യുന്നു. ഇതൊന്നും ഒരു ശരിയായ കാര്യമല്ല എന്ന് മാത്രം പറയട്ടെ. കൂടുതലൊക്കെ ഈ മഹാനടനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ അദ്ദേഹത്തിനൊരു മനോവിഷമം ഉണ്ടാക്കാനോ ഒന്നും എനിക്കും ആഗ്രഹമില്ല. അദ്ദേഹം എൻ്റെ വീഡിയോ കാണുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. എന്നാലും ഞാൻ പറയാനുള്ളത് പറയണമല്ലോ. അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ. എന്നാൽ പൃഥ്വിരാജ് ഇതിലും മിടുക്കരാണ് കേട്ടോ. പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും എഴുതിയിട്ടില്ല. എന്തോ എമ്പുരാൻ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. വേറെ കമൻ്റൊന്നുമില്ല. കമൻ്റ് ഇല്ലാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിനെന്തർത്ഥവും വരാം. സിമ്പിൾ അർത്ഥം ഇതാണ്: ഇത് കണ്ടോ, ഇത് ശ്രദ്ധിച്ചോ എന്ന് മാത്രമാണ്. അല്ലാതെ അതിനോട് നിങ്ങൾ യോജിക്കുന്നുവെന്നോ വിയോജിക്കുന്നുവെന്നോ ഒരർത്ഥവും ഇല്ല. അപ്പോൾ പൃഥ്വിരാജിന് മോഹൻലാൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനോട് യോജിപ്പാണോ ഉള്ളത്, വിയോജിപ്പാണോ ഉള്ളത്?
എങ്ങനെയും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇതാണ് പൃഥ്വിരാജിൻ്റെ സാമർഥ്യം. നാളെ ഒരു ചോദ്യം വന്നാൽ പൃഥ്വിരാജ് മോഹൻലാലിനെ അനുകൂലിച്ചില്ലെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് പറയും ഞാനെപ്പോൾ അനുകൂലിച്ചു? ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തത് ഇത് കണ്ടോ, എന്തൊരബദ്ധമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്നർത്ഥത്തിലാണ് എന്ന് വാദിക്കാം. നിങ്ങൾ മോഹൻലാലിൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്ന് പറഞ്ഞാലോ, ഏയ് ഞാനല്ലേ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത്, നിങ്ങൾ കണ്ടില്ലേ? ഷെയർ ചെയ്യുമ്പോൾ ഞാനതിനോട് യോജിക്കുന്നു എന്നല്ലേ അർത്ഥം. അങ്ങനെയാണ് ഞാൻ അർത്ഥമാക്കിയത്. നിങ്ങൾക്കത് മനസ്സിലാവാത്തതിന് ഞാൻ എന്ത് പിഴച്ചു എന്ന് ചോദിച്ചും തട്ടിക്കയറാം. പൃഥ്വിരാജിൻ്റെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കൂടുതൽ എന്ത് പറയാൻ? താങ്ക് യു.